ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബാക്കി പുട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ച് നമുക്ക് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിന് പോകണം മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്നോ അല്ല പുട്ട് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കട്ടോ. അതിനായിട്ട് ഞാൻ ബാക്കി വന്ന പുട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ബാക്കി ചിലപ്പോൾ ഒരു 2-3 പീസൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ എത്ര എണ്ണം എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നമുക്ക് ഇട്ടിത്തട്ടിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കി കുറച്ച് ഹാർഡായിട്ടിരിക്കണം, ബലം പോലൊക്കെ പുട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതായിട്ട് പൊടിക്കാൻ അത്രയും സോഫ്റ്റ് കിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനാണ് ഒന്ന് ആവിയേറ്റി ചൂടാക്കി എടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ചൂടാക്കി എടുത്ത പുട്ടാണ് കേട്ടത്, അതാണ് ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതുപോലെ തരി ആക്കി ചിക്കൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ പുട്ട് സോഫ്റ്റ് ഉള്ളതാണെങ്കിൽ ആവിയേൻ്റെ ആവശ്യമില്ല, അതന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതാ പൊടിച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പൊടിയാക്കി വെക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തത്, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഈ 3 കൂടി നമുക്ക് ഒരുമിച്ച് എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി അരിയണതാണ് നല്ലത്. നമുക്ക് ഉള്ളിലൊക്കെ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വാട്ടെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാട്ടെടുക്കുക, നന്നായിട്ട് തന്നെ വാട്ടം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പുട്ടിലൊക്കെ ഉപ്പിട്ട് തന്നെ ഉണ്ടാക്കുക, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇത് ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം സെറ്റ് ആയതിനു ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പിട്ട് കൊടുത്താൽ മതി, കാരണം പുട്ടിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പച്ചമണം മാറുന്നത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/2 പീസ് തക്കാളി ഇട്ട് കൊടുത്ത്, ചെറിയൊരു പീസ് മതി കേട്ടോ. അത് 1/2 പീസ് തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് നേരം വന്ന് വരെ നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആ തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ വേവുമല്ലോ, ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതാ. അപ്പോൾ തക്കാളിയൊക്കെ നുടഞ്ഞ് കിട്ടിയിട്ട് ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് എന്താ വെച്ചാൽ ആ മസാലകളൊക്കെ ഒന്ന് ഒരു സൈഡൊക്കെ ഒന്ന് നമുക്ക് നീക്കി വിട്ട് വെക്കണം. ആ സൈഡൊക്കെ മെല്ലെ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്തെടുത്തിരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചെറിയ എഗ്ഗാണുള്ളത്. സ്മോള് മീഡിയം ലാർജ് പറഞ്ഞിട്ടാ എഗ്ഗ് വരിക. അപ്പോൾ എൻ്റെ അടുത്ത് സ്മോളാണുള്ളത്, അതുകൊണ്ട് ഞാൻ 2 എടുത്തത്. ഇനി വലിയൊരു എഗ്ഗാണെങ്കിൽ എനിക്ക് 1 മതി. അതിട്ടതിന് ശേഷം ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉപ്പും മതിയിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ടിട്ടില്ല എന്ന പോലെ ഇട്ടാൽ മതി, കാരണം ഉപ്പ് കൂടി പോകണ്ട. ആ എഗ്ഗുമ്പോൾ പിടിക്കാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചിക്കി കൊടുക്കുക. അത് വേറെ പാനിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഇതിലാകുമ്പോൾ ആ മസാല ഇതൊക്കെ ആകുമ്പോൾ പിടിക്കും, അതുകൊണ്ട് ഇതിൽ തന്നെ ആക്കിയെന്നുള്ളൂ. ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെറുതെ ഇതായിട്ട് സെപ്പറേറ്റ് ഇതേപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ആ മസാലയും ഈ എഗ്ഗും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ആ മസാലയും എഗ്ഗും ആ എഗ്ഗുമൊക്കെ മസാല പിടിച്ച് സെറ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാലയും എഗ്ഗും വെവ്വേറെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക, കുറച്ചേനുള്ളൂ, ചെറിയൊരു പീസല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള മസാല ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുട്ട് കൂടുതലുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒക്കെ ഇതും സ്പൈസസും ഇടുന്നതും നിങ്ങൾക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പുട്ടിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളൂ, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലക്ക് നല്ല മിക്സ് ആക്കി കൊടുക്കാം, എല്ലാം ഒന്ന് സെറ്റാവട്ടെ. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1 മിനിറ്റ് അതൊന്നൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. ഇതപ്പോൾ നമ്മൾ 1 മിനിറ്റ് തന്നെ ആക്കിയിട്ടുള്ളൂ. അതിന് ശേഷം ഒന്നുകൂടി തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാലകളും പുട്ടും എല്ലാം നല്ല ആകുമ്പോൾ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഒന്നെല്ലാം സെറ്റായതിനു ശേഷം മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് തപ്പിത്രേ കിട്ടിയുള്ളൂ, അപ്പോൾ ഞാൻ ആ ഉള്ളത് ഇട്ട് കൊടുത്ത്, നിങ്ങളടുത്തുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തണ്ട് പൊടിയാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അവിടെ പുട്ടും എഗ്ഗും മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ബാക്കി വന്നാന്ന് മാത്രമല്ല, പുട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം കറിയുടെ പകരം നമുക്ക് ഇതേപോലെ കറി ഉണ്ടാക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. കറി വേണമെന്നില്ല, ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഇനി പുട്ട് ബാക്കി വന്നാൽ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇതും കൂടി ചായയും കൂടി ഇങ്ങനെ കുടിച്ച്
കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കട്ടെ. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ, ഒരു കറി ഉണ്ടാക്കേണ്ട സമയം പോലും വേണ്ട അത് ഉണ്ടാക്കാൻ. പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കുക, അതിന് ശേഷം മസാല ഉണ്ടാക്കുക. ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി തീരും. കറി ഉണ്ടാക്കാൻ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. കറി ഉണ്ടാക്കി കഴിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.